ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. പ്രൈവസി നിങ്ങളിൽ എത്ര പേർക്കറിയാം? ഒരു മനുഷ്യ ജീവിതത്തിൽ ഫുഡും ഉറക്കം പോലെ തന്നെ അത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് പ്രൈവസി എന്നുള്ളത്. സ്വകാര്യത മൗലികാവകാശമെന്ന സുപ്രീം കോടതിയുടെ സുപ്രധാന വിധി. ഒരു സിനിമയുടെ കാര്യം പറയുകയാണെങ്കിൽ ആ സിനിമയുടെ കണ്ടന്റ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആന്റി പൈറസി എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് അല്ലേ? പക്ഷെ നമ്മുടെയൊക്കെ മനുഷ്യ ജീവിതത്തിൽ എത്ര പേര് ആന്റി പ്രൈവസി എന്നൊരു പറയുന്ന കാര്യങ്ങൾ കീപ്പ് ചെയ്യാറുണ്ട്? അതായത് നമ്മുടെ പ്രൈവസീനെ മറ്റൊരാൾക്ക് ലീക്കാക്കി കൊടുക്കാണ്ടിരിക്കുക എന്നുള്ള കാര്യം നമ്മളിൽ എത്ര ആൾക്കാർ ചെയ്യാറുണ്ട്? പക്ഷെ അതൊന്നും ചെയ്യാത്ത അല്ലെങ്കിൽ ആന്റി പ്രൈവസി എന്നൊരു പറയുന്ന കാര്യങ്ങൾ കീപ്പ് ചെയ്യാത്ത കുറച്ച് ആൾക്കാരെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു വീഡിയോക്കകത്തോടെ സംസാരിക്കുന്നത്. ഒരു ഇത്തിരി കളി എന്നാൽ ഒത്തിരി കാര്യമുള്ള ഒരു വീഡിയോ ആണിത്. 2 ദിവസങ്ങൾക്ക് മുന്നേ തനി മലയാളി എന്ന് പറയുന്ന ചാനലിനകത്തോട് ആ ഒരു ശേഷിയും ചേർന്നുകൊണ്ട് വന്നിട്ട് കുറച്ച് കാര്യങ്ങൾ ഒരു Q&Aയിൽ സംസാരിക്കുന്നുണ്ട്. അതായത് അത്രത്തോളം എക്സ്ട്രോവേർട്ട് ആയിട്ടുള്ള ഒരു കണ്ടന്റ് ക്രിയേറ്റർ ആയിട്ടുള്ള ആ ഒരു ശേഷിയും എന്നാൽ ഒത്തിരി ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ആ ഒരു ചേട്ടനും തമ്മിൽ എങ്ങനെയാണ് ഈ ഒരു ലൈഫ് പോകുന്നത്, ഒരു ലൈഫ് സ്റ്റൈൽ ബ്ലോഗർ ആ ഒരു പ്രൈവസി ഒക്കെ ബ്രേക്ക് ആവുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളെ പറ്റിയിട്ടുള്ള ഒരു ചർച്ചയാണ് അവർ ആ ഒരു വീഡിയോക്കകത്തോടെ നടത്തുന്നത്. അപ്പോൾ എന്തിനാണെങ്കിലും നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. എനിക്ക് തോന്നുന്നു ഒരു മന്തിന്റെ തുടക്കത്തിലൊക്കെ തന്നെ നമുക്കൊരു പ്ലാനിങ് വേണം. നമ്മളിപ്പോൾ ഒരു 8 വീഡിയോ അല്ലെങ്കിൽ ഒരു 7 വീഡിയോ ആണ് പോസ്റ്റ് ചെയ്യുന്നതെങ്കിൽ ഏതൊക്കെ ദിവസമാണ് ഞാൻ ഷൂട്ട് ചെയ്യുന്നത്, ഏതൊക്കെ ദിവസമാണ് ഞാൻ പോസ്റ്റ് ചെയ്യുന്നത്, ഏതൊക്കെ ദിവസമാണ് ഞാൻ എഡിറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എൻ്റെ ലൈഫ് തന്നെ വ്ളോഗിംഗ് ആയി പോകും. അപ്പോൾ അങ്ങനത്തെ ഒരു ചെറിയ പ്ലാനിങ്ങിന്റെ ആവശ്യം ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ വരാറുണ്ട്. ഇതുപോലെ പ്ലാൻ ചെയ്ത് വീഡിയോസ് ചെയ്യുന്നത് ഇവർ മാത്രമല്ല, മറ്റു പല ആളുകളും പ്ലാൻ ചെയ്ത് വീഡിയോസ് ചെയ്യാറുണ്ട്. അതിലൊരാളുടെ തംബ്നെയിൽ ഞാൻ ഇങ്ങോട്ട് വെക്കാം. TT ഫാമിലിയാണ്. പെരുന്നാളിനുണ്ടായ പ്രശ്നം ഇതാണ്. പ്രശ്നങ്ങളെല്ലാം തുറന്നു പറഞ്ഞ് ക്ഷമി. അതായത് ഇങ്ങനെ ഒരു പ്രശ്നം ആൾക്കാരിലോട്ട് എത്തിക്കണം എന്നുള്ളത് അവരും വളരെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു വീഡിയോക്കകത്തുള്ള കണ്ടന്റ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഒരു മോഡും ഇല്ല. എന്താ ഞാൻ പറഞ്ഞിട്ട് മൈലാഞ്ചി വാങ്ങി തരാൻ പറഞ്ഞിട്ട് ചെപ്പിനോട് പറഞ്ഞത് മോഡലില്ല, പഴയ മോഡലാണ്. മൈലാഞ്ചിക്ക് എന്നാ പഴയതും പുതിയതും മോഡൽ. പെരുന്നാളായ മൈലാഞ്ചി ഇടല് സുന്നത്താ, അതറിയോ? ഇവിടെ പറഞ്ഞ എടുക്കുന്നുണ്ട്. നഖത്തിന് മൈലാഞ്ചിട്ട രസം, അല്ലാണ്ട് അമ്മായിമാരുടെ വട്ടത്തിൽ ഇങ്ങനെ ഫ്ലവറും അല്ലെ പുതിയ മറ്റേ ബ്രൈഡൽ മൈലാഞ്ചി. ഇതെന്ത് മൈലാഞ്ചിയാണ്? ആൻഡ് ആ ഒരു ഹസ്ബൻഡ് ആയിട്ടുള്ള അവൻ തന്നെ പറയുന്നുണ്ട് ഒരു അമ്മായിമാരിടുന്ന പോലെ എന്നൊക്കെ പറയുന്നുണ്ട്. മൈലാഞ്ചിയാണ് അവർക്കിടയിലെ പ്രശ്നം. പ്ലാൻ ചെയ്ത് പറഞ്ഞേക്കുന്ന ഒരു പ്രശ്നമാണ് ഇവിടെ. 1000 ചോദിച്ചാൽ പറയും ഒട്ടാകെ 1000. ആ 3000 ഞാൻ ചോദിച്ചില്ലെങ്കിലും പറയും എൻ്റെ ഒട്ടാകെ 3000. എനിക്ക് എന്ത് ചെയ്യണം? നിങ്ങൾക്ക് 3000 ചോദിക്കേണ്ടി വെച്ചാൽ 6000 ചോദിക്കാം. അപ്പൊ അതിന്റെ പകുതി അതിലുണ്ടാവും. സ്വന്തം ഭർത്താവിനെ പറ്റിച്ച് ജീവിക്കുകയാണെന്ന് ലോകത്തോട് മൊത്തം വിളിച്ചു പറയുന്ന ഒരു ഭാര്യനെയാണ് നിങ്ങൾ ഇവിടെ കാണുന്നത്. 1 രൂപ ഭർത്താവിൻ്റെ കയ്യിൽ നിന്ന് കിട്ടണമെന്നുണ്ടെങ്കിൽ യാചിച്ച് നിൽക്കേണ്ടുന്ന ഒരു ഗതികെട്ട അവസ്ഥയാണ്. ഇപ്പം നിങ്ങൾക്ക് സെൽഫ് ഇൻഡിപെൻഡന്റ് ആയിക്കൂടെ? അതായത് സ്വന്തമായിട്ടൊരു ജോലിക്ക് പൊക്കൂടെ? അതായത് ഭർത്താവ് അവിടെ യൂട്യൂബ് നോക്കിക്കോട്ടെ, നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ജോലിക്ക് പൊക്കൂടെ? അങ്ങനെ സെൽഫ് ഇൻഡിപെൻഡന്റ് ആയിക്കോട്ടെ നിങ്ങൾക്ക്. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇവർ ഒരു തവണയല്ലേ കാണിച്ചുള്ളൂ. നമുക്കത് അങ്ങനെ അങ്ങ് വിട്ടുകളയാം. ഞങ്ങൾ ഡിവോഴ്സ് ആവുന്നു, ഡിവോഴ്സ് വാർത്ത ആവാനുള്ള കാര്യത്തെക്കുറിച്ച്. അതായത് ഇവര് ഡിവോഴ്സ് ആവാൻ പോവുകയാണെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞേക്കുന്നത്. അല്ല, നിങ്ങൾ ഡിവോഴ്സ് ആയി കഴിഞ്ഞാൽ നമുക്ക് എന്താണ്? ഞാൻ റെക്കോർഡ് ചെയ്യുന്നത് കാരണം എനിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടോ? നഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല. എനിക്ക് അങ്ങനെ പ്രശ്നം തോന്നിയിട്ടില്ല. അപ്പം എനിക്ക് എന്നെ ക്യാമറയിൽ എടുക്കുന്നത് വലിയ പ്രശ്നമല്ല. പക്ഷെ എനിക്ക് ക്യാമറയിൽ എന്നോട് എന്തെങ്കിലും ചെയ്യാൻ പറയുന്നതാണ് എനിക്ക് പ്രശ്നം. അല്ലാതെ ഞാനിപ്പോൾ ഒരു സ്ഥലത്ത് എന്ത് ചെയ്യുമ്പോൾ നീ എന്നെ ക്യാമറയിൽ എടുത്താൽ എനിക്കത് പ്രശ്നമല്ല. കാരണം ഞാൻ ആ സാധനം തന്നെ ചെയ്തുകൊണ്ടിരിക്കുള്ളൂ. ഞാൻ ക്യാമറയ്ക്ക് വേണ്ടി പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പോകുന്നില്ല. ഈ ചേട്ടൻ ഇച്ചിരി ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഒരാളാണ്. ചേച്ചിയാണെങ്കിൽ കുറച്ച് എക്സ്ട്രോവേർട്ട് ആണ്. അപ്പം അതിൻ്റെ ഒരു കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ചേട്ടൻ പറയുന്നത്. അപ്പം ക്യാമറയുടെ മുന്നിൽ എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചേട്ടൻ ആ ഒരു ബുദ്ധിമുട്ടുണ്ടാവും അല്ലേ? അല്ലാതെ നോർമലി എന്തെങ്കിലും ചെയ്യുന്ന കാര്യങ്ങളെ ക്യാപ്ചർ ചെയ്യുകയാണെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. അപ്പം അത്തരത്തിൽ മറ്റൊരു ഫാമിലി ബ്ലോഗർ ചെയ്തേക്കുന്ന ഒരു കാര്യത്താണ് ഇനി ഞാൻ നിങ്ങളുടെ മുന്നിൽ കാണിച്ചു തരുന്നത്. അമ്മ ഇപ്പോഴും വരുന്നില്ല. 41 ദിവസം വിളക്ക് എത്തിച്ചിട്ട് വരുന്നുള്ളൂ. ഇത് പുള്ളിയുടെ ഭാര്യയായിട്ടുള്ള മൃദുലേച്ചിയുടെ അച്ഛൻ മരണപ്പെട്ട് അതിന്റെ അടക്കമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇവരെടുത്തേക്കുന്ന ഒരു വീഡിയോ ആണ് ഇത്. 2:45 3 മണിയാവാനായിട്ടുണ്ട്. ആ സ്ഥലത്താണ് അടക്കം ചെയ്തേക്കുന്നതേ തോന്നുന്നു. കാര്യം അതുകൊണ്ടാണല്ലോ അതിന്റെ മുന്നിൽ നിന്നുകൊണ്ട് തന്നെ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്നത്. അവിടെ തന്റെ മരണപ്പെട്ടു പോയിട്ടുള്ള ആ ഒരു അച്ഛൻ്റെ അടുത്ത് കരഞ്ഞുകൊണ്ട് ആ ഒരു വേദനകളൊക്കെ സംസാരിക്കുന്ന ഒരു മകളെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പം ആ ഒരു അച്ഛൻ്റെ അടുത്ത് സംസാരിക്കുക എന്ന് പറയുന്ന കാര്യം പോലും ഒരു പ്രൈവസി ആണല്ലേ. ഇവരിവിടെ ക്യാമറയുടെ മുന്നിൽ അഭിനയിച്ച് കാണിക്കുകയാണ് എന്നുള്ള കാര്യമല്ല ഞാനിവിടെ പറയുന്നത്. ആ ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള ആ ഒരു മരണത്തിലെ ആ ഒരു നൊമ്പരത്തെ പോലും വളരെ കൃത്യമായിട്ട് കണ്ടന്റ് ആണെന്ന് മനസ്സിലാക്കി അതിനെ ക്യാപ്ചർ ചെയ്യുകയാണ് പ്രവീൺ ആണെങ്കിൽ ഇവിടെ ചെയ്തിട്ടുള്ളത് അല്ലേ? അപ്പൊ അതിനുശേഷം മൃദുല എന്ന് പറയുന്ന ഒരു ചേച്ചിയുടെ അറിവും സമൂഹത്തോടു കൂടി തന്നെ ആയിരിക്കുമല്ലോ ഈ ഒരു വീഡിയോ അപ്ലോഡ് ആയിട്ടുണ്ടാവുക. അതായത് അവരുടെ ആ ഒരു പ്രൈവസിയെ പോലും, അതായത് ആ ഒരു മരണത്തെ പോലും കണ്ടന്റ് ആക്കി അതൊരു റവന്യൂ ആണ്, വരുമാനമാണെന്ന് മനസ്സിലാക്കി അത് പബ്ലിക് ആക്കാനൊക്കെ കൊണ്ട് തോന്നിക്കുന്ന ഒരു മനസ്സ്. നിങ്ങളിൽ എത്ര ആൾക്കാർ ഇതുപോലെ നിങ്ങളാണെങ്കിൽ മരണപ്പെട്ടു പോയിട്ടുള്ള ഒരാളുടെ മുന്നിൽ നിന്നുകൊണ്ട് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഈ ഒരു വീഡിയോ ആണെങ്കിൽ എത്ര പേര് നിങ്ങൾ പബ്ലിക് ആക്കാറുണ്ട്? സോ അതുപോലും ഇവരെ പോലുള്ള ആൾക്കാരാണെങ്കിൽ കണ്ടന്റ് ആക്കി മാറ്റിയാണ് ചെയ്യുന്നത്. തോന്നുന്നു ഒരു സുപ്രഭാതത്തിൽ ഇപ്പോൾ ഐഷ ചെയ്യുന്ന കുറേ കാര്യങ്ങൾ മാറ്റി വെച്ചിട്ട് കുട്ടികളുടെ റിലേറ്റഡ് ആയ കാര്യങ്ങൾ മാത്രം കാണിക്കുന്ന
കാണിക്കുന്ന ഒരാളായിട്ട് ഐഷു മാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അഫ്കോഴ്സ് ദർ വിൽ ബി ഐഷുവിൻ്റെ പഴയ വീഡിയോസും പുതിയ ഇനി വരാൻ പോകുന്ന വീഡിയോസും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ മേ ബി കുട്ടിയുടെ പ്രസൻസ് എന്തായാലും ഉണ്ടാവും. കാരണം അത് കുട്ടീനെ ഒരു കണ്ടന്റ് ആക്കുന്നതല്ല, കുട്ടി നമ്മുടെ ലൈഫിൻ്റെ പാർട്ട് ആവുന്നതുകൊണ്ട് കുട്ടി അതിൻ്റെ അകത്ത് വരുന്നതാണ്. അല്ലാതെ കുട്ടിയുടെ അത് മാത്രമായി ഐഷുവിൻ്റെ ചാനൽ മാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് ഞാൻ ഐഷുവായിട്ട് ഇതുവരെ ഡിസ്കഷൻ ചെയ്ത ടോപ്പിക്കല്ല. പക്ഷേ എനിക്ക് പേഴ്സണലി ഉള്ള ഒപ്പീനിയൻ അങ്ങനെ ഐഷുവിൻ്റെ ഒരു ചാനൽ അങ്ങനെ കൺവേർട്ട് ആയി പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ അത് വിചാരിച്ചിട്ട് കുട്ടി റിലേറ്റഡ് ആയിട്ടുള്ള ഒന്നും ഉണ്ടാവില്ല എന്ന് നമുക്ക് തോന്നുന്നില്ല. കാരണം പോസിബിൾ അല്ല എന്ന് എനിക്ക് തോന്നുന്നു. ലൈഫ് സ്റ്റൈൽ ബ്ലോഗർ ആകുമ്പോൾ കുട്ടീനെ മൊത്തത്തിൽ മാറ്റി നിർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയ രസം തോന്നില്ല. എൻ്റെ ഒരു ഡേ കാണിക്കുമ്പോൾ കുട്ടിയുടെ മുഖം തന്നെ കാണിക്കുന്നില്ലെങ്കിൽ അതിലൊരു ജെനുവിനിറ്റി ഉണ്ടാവില്ല. അപ്പം നമ്മൾ കുട്ടീനെ മനഃപൂർവ്വം മാറ്റി വെച്ചിരിക്കുന്നതാണ്. ഓക്കെ, മാറ്റി വയ്ക്കുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവും, ഇല്ലാന്നല്ല. അപ്പോൾ മേ ബി ഐശ്വര്യ വീഡിയോ എടുക്കുമ്പോൾ എല്ലാ വീഡിയോസിലും കൊച്ചിനെ കാണിക്കേണ്ട അതിൻ്റെ ആവശ്യമില്ല എന്നുള്ള മനസ്സിലാക്കിയിട്ട് ഈ വീഡിയോയിൽ നീ വേണ്ടാന്ന് പറഞ്ഞപ്പോൾ ഐശ്വര്യ വീഡിയോ എടുക്കുമ്പോൾ ഞാൻ ചിലപ്പോൾ അവനെ കൊണ്ട് പുറത്ത് നടക്കാൻ പോകുമായിരിക്കും പ്രോബബ്ലി. അങ്ങനത്തെ സിറ്റുവേഷൻസ് ഉണ്ടാവും, മറ്റേ സിറ്റുവേഷൻസ് ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ഒരു ബാലൻസ് ആയിരിക്കും എനിക്ക് തോന്നുന്നത്. ഇത് ഇവരിവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആണ്. പിന്നെ പല ആളുകളും സ്വന്തം കുഞ്ഞുങ്ങളുടെ ആണെങ്കിലും വീഡിയോസും ഫോട്ടോസും ഒക്കെ ക്യാപ്ചർ ചെയ്യുന്നത് കുറേ നാളുകൾക്ക് ശേഷം അവർ വളർന്നു വലുതാകുമ്പോഴത്തേക്കിന് പണ്ട് കുഞ്ഞുങ്ങൾ ഇങ്ങനെയായിരുന്നുള്ള കാര്യങ്ങളൊക്കെ ഒരു ഓർമ്മയായി ഇറക്കാനോ അല്ലെങ്കിൽ ഒരു ഡയറി പോലത്തെ ഒരു പരിപാടിയായിട്ട് നമുക്ക് വേണമെങ്കിൽ അത്തരം വീഡിയോസിനെ ഒക്കെ കാണാൻ പറ്റും. പക്ഷേ ഈ ക്രിയേറ്റേഴ്സ് ആയിട്ടുള്ള അച്ഛനും അമ്മയും പബ്ലിക്കിന്റെ മുന്നിൽ ഒരു നെഗറ്റീവ് ഷെയ്ഡിലോട്ട് മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു നെഗറ്റീവ് കുഞ്ഞിലോട്ടും ബാധിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ, കൊല്ലം സുധിനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണല്ലേ. അപ്പം സുധിച്ചേണ്ട മരണത്തിന് ശേഷം എല്ലാ ആളുകൾക്കും ആ ഒരു മനുഷ്യൻ്റെ അടുത്തൊരു സ്നേഹം തോന്നിയപ്പോഴത്തേക്കിന് തൻ്റെ ഭാര്യയായിട്ടുള്ള രേണു സുധി ഇവിടെ കാണിച്ചു വിടുന്ന കുറേ കാര്യങ്ങൾ കണ്ടതിന് ശേഷമാണെങ്കിൽ ആ മനുഷ്യനെ പോലും ആളുകൾ വെറുക്കുന്ന രീതിയിലോട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പം കൊല്ലം സുധിക്കാണെങ്കിലും രേണു സുധിക്കാണെങ്കിലും ഒരേപോലെ തന്നെ മരണപ്പെട്ട് പോയിട്ടും ആ ഒരു സുധിച്ചേട്ടൻ്റെ നെഗറ്റീവ് വരുന്ന ഒരു അവസ്ഥയാണല്ലേ. അപ്പം അവരുടെ മകനായിട്ടുള്ള കിച്ചുവിനെ ഒരുപാട് ആളുകൾ സ്നേഹിക്കുകയും സപ്പോർട്ട് ചെയ്യുകയും ഒരു നെഗറ്റീവ് കമൻറ്റ് പോലും വരാതിരുന്ന ആ ഒരു കിച്ചുവിന് ഇപ്പം തൻ്റെ സ്വന്തം ചാനലിൽ ഇട്ടിരിക്കുന്ന ലേറ്റസ്റ്റ് വീഡിയോയ്ക്കകത്ത് വന്നിരിക്കുന്ന രണ്ട് കമൻറ്റ്സ് വായിക്കാം. ഇവനും തുടങ്ങിയ കോപ്രായം, തള്ളയുടെയും തന്തയുടെയും കോപ്രായങ്ങൾ കഴിഞ്ഞപ്പോൾ മോന്തയ്ക്ക് മുടിയുമിട്ട് അവൻ വന്നേക്കുന്നു, നിന്റെ അമ്മ ഡാഷ് അവിടെ ഉണ്ടോ എന്നുള്ള ഇതിലോട്ടൊക്കെ പോയേക്കാണ്. മക്കളുടെ കാര്യം പറയുമ്പോഴത്തേക്കിനെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത മറ്റൊരു മുതലോടെയുണ്ട്, ഉപ്പും മുളകും ലൈറ്റ്. അവരിട്ടേക്കുന്ന ഒരു വീഡിയോയുടെ ഒരു ടൈറ്റിൽ ഞാൻ ഇങ്ങോട്ട് വായിക്കാം. ജീവിതത്തിൽ കുറ്റപ്പെടുത്തലുകൾ മാത്രം. എങ്ങനെ ആൾക്കാർ കുറ്റപ്പെടുത്താതിരിക്കും? അതായത് സ്വന്തം മകള് കല്യാണം ഉറപ്പിച്ചൊരു വ്യക്തിയായിട്ട് ഒളിച്ചോടി പോയിന്നും പറഞ്ഞുകൊണ്ട് അവരുടെ വീട്ടിൽ മാത്രം നിൽക്കേണ്ടുന്ന ഒരു കാര്യത്തെ പബ്ലിക് ആക്കിക്കൊണ്ട് നാട്ടുകാരോട് മൊത്തം ഈ കഥകൾ മകളുടെ പൂർവ്വകാല ചരിത്രങ്ങളും വിളിച്ച് പറഞ്ഞുകൊണ്ട് ആ മകളെ ആക്ഷേപിക്കുന്ന രീതിയിൽ കുറേ കാര്യങ്ങൾ പറഞ്ഞ് അതിൽ നിന്നും പൈസ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു അച്ഛനും അമ്മയാണിത്. എന്നിട്ട് ഇവർ പറയാണ് കുറ്റപ്പെടുത്തലുകൾ മാത്രമാണെന്ന്. അനുഭവിക്കുക എന്നുള്ളത് മാത്രമേ പറയാനുള്ളൂ. ഒരു ലൈഫ് സ്റ്റൈൽ ബ്ലോഗറോ അല്ലെങ്കിൽ ഒരു ഫാമിലി ബ്ലോഗറോ ആകുമ്പോഴത്തേക്കിന് അവരുടെ മക്കളുടെ അല്ലെങ്കിൽ ഫാമിലിയുടെ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ പലതും പബ്ലിക്കിലോട്ട് കൊണ്ടെത്തിക്കേണ്ടതായിട്ട് വരും. പക്ഷേ ഈ കൊണ്ടെത്തിക്കുന്നതിനും ഒരു ലിമിറ്റ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, അല്ലെങ്കിൽ പലതും നമുക്ക് ഒഴിവാക്കാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൂടെ നിങ്ങൾ മനസ്സിലാക്കണം. അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് കാർത്തിക് സൂര്യ. അതായത് പുള്ളിയുടെ കല്യാണം കഴിയാൻ പോവാണ് ഉടനെ തന്നെ. അപ്പോൾ കഴിഞ്ഞ ദിവസം പുള്ളി വന്നേക്കുന്ന ഒരു ലൈവിനകത്ത് പറയുന്നുണ്ടായിരുന്നു, ഇനി ഇത്രയും നാൾ നിങ്ങൾ എങ്ങനെയാണോ എൻ്റെ വീഡിയോസിനകത്തോടെ നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നത് അത് തന്നെയായിരിക്കും ഇനി ഞാൻ നിങ്ങൾക്ക് തരിക, അല്ലെങ്കിൽ കുറച്ചുകൂടെ ഇമ്പ്രൂവ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. പക്ഷേ തൻ്റെ ഭാര്യയോടൊപ്പമുള്ള കണ്ടൻസ് കാര്യങ്ങളൊക്കെ വളരെ കുറവായിരിക്കും, അപൂർവമായിട്ടൊക്കെ ആയിരിക്കും ഇനി നിങ്ങളോട്ട് എത്തിക്കുക എന്നുള്ള തീരുമാനം അയാൾ എടുത്തിട്ടുണ്ടായിരുന്നു. അതിന് കാരണം എന്താണ്? അവരുടെ ആ ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ടല്ലേ, ആ ഒരു പ്രൈവസി കീപ്പ് ചെയ്യുക എന്നുള്ള കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും. പ്രൈവസി ഇപ്പം എനിക്ക് അത്ര എഫക്റ്റഡ് അല്ല, കാരണം നമ്മുടെ പ്രൈവസി ഡിഫൈൻ ചെയ്യുന്നത് നമ്മളാണ്. ഓക്കെ, ഇപ്പം എനിക്ക് ടിപ്പിക്കലി പറയുകയാണെങ്കിൽ ഇപ്പം ഇതൊരു റിയാലിറ്റി ഷോ എന്നല്ലല്ലോ. അപ്പം നമുക്ക് അറിയാം എന്താണ് കാണിക്കുന്നത് അല്ലെങ്കിൽ എന്താണ് കാണിക്കേണ്ടാത്തത്. ഡേ മൈ ലൈഫ് എടുക്കുന്ന സമയത്ത് പ്രോബബ്ലി ലൈക്ക് ഞാൻ ജോലിയിൽ ഭയങ്കര ടെൻഷനിലാണ്. അപ്പോൾ ഞാൻ അല്ലെങ്കിൽ ഭയങ്കര ഒരു ഫോക്കസ്ഡ് ആയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ അതിനിടയിൽ ഐഷോ എൻ്റെ വീഡിയോ എടുക്കുകയാണെങ്കിൽ എനിക്ക് ഐഷോട് പറയാൻ പറ്റും ഇന്ന് തന്നെ വീഡിയോൻ്റെ ഭാഗമാക്കണ്ട, ഞാൻ അത്ര കുറച്ച് ബിസിയാണ് എന്ന് പറഞ്ഞാൽ ഐഷോൻ്റെ വീഡിയോൻ്റെ ഭാഗമാക്കില്ല. അപ്പം പക്ഷേ ഞാൻ ഈ വീട്ടിൽ സ്റ്റിൽ ഉണ്ട്, ഐഷോൻ്റെ അടുത്ത് തന്നെ ഉണ്ട്. അപ്പോൾ പക്ഷേ ഞാൻ വീഡിയോയിൽ ഉണ്ടാവണമെന്നില്ല. അതായത് തൻ്റെ പാർട്ണറിനെ അത്രത്തോളം റെസ്പെക്റ്റോടുകൂടി കാണുന്ന ഈ ഒരു ഐഷു എന്ന് പറഞ്ഞൊരു ചേച്ചി മാത്രമല്ലുള്ളത്, നമ്മുടെ അൺബോക്സിംഗ് കൂടെ ഉണ്ട്. ഭയങ്കര റെസ്പെക്റ്റ് ആണ്. നമുക്കൊന്ന് കാണാം. ക്യാമറയും കൊണ്ട് പോവാം, ഒരു മൂഡില്ല സീനറി. എന്ത്? എനിക്കിപ്പോ ഒരു മൂഡില്ല ക്യാമറയും കൊണ്ട് പോവാ എന്റെ ഫേസ്. എന്റെ ബേബിക്ക് മൂഡില്ല എന്നൊക്കെ പറയുന്നുണ്ട്. സാലി കളിക്കല്ലേ സാലി, ക്യാമറ കൊണ്ട് പോവാ ഞാൻ പറഞ്ഞു. എപ്പോഴും ഫണ്ണല്ല ഇത്, എപ്പോഴും ഫണ്ണല്ല. ഇറ്റ്സ് നോട്ട് കൂൾ. ഓക്കെ, ഇറ്റ്സ് നോട്ട് കൂൾ. ഓക്കെ, സാലി ഒരുമാതിരി കുറച്ചും കൂടെ ഒന്ന് മെച്ചുവർ ആയിട്ട് ഇതാക്കി ഇങ്ങനെ കളിച്ചിരിക്കല്ലേ. ഞാൻ പറഞ്ഞു ക്യാമറ കൊണ്ട് എന്റെ സാലി എന്റെ ഫേസിൽ ക്യാമറ കൊണ്ട് പോകും. ഒരു വ്ലോഗ് ഷൂട്ട് ചെയ്യണ്ടേ? വ്ലോഗ് ഷൂട്ട് ചെയ്യാം. ഓക്കെ, അത് പറഞ്ഞ് ഞാൻ ഒന്ന് പ്രിപ്പയർ ആവട്ടെ. അല്ലാതെ വെറുതെ ഇങ്ങനെ ഇതെന്തെങ്കിലും. എനിക്ക് ദേഷ്യം പിടിക്കുന്ന കാണാൻ അൽഫി ദേഷ്യം പിടിക്കും. ഇതൊക്കെ വീഡിയോയിൽ ഇട്ടാ. അതായത് സ്വന്തം ഭാര്യയോട് അത്രത്തോളം റെസ്പെക്റ്റ് ആണ് ഇവിടെ കാണിച്ചേക്കുന്നത്. അതായത് ആ ക്യാമറയിൽ വരെ താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് പോലും കേൾക്കുന്നില്ല. അല്ല, ഇത് എവിടെ ഷൂട്ട് ചെയ്തേക്കുന്നത്? അവരുടെ കിടപ്പറയിൽ. അതാണ് അവരുടെ ഒരു പ്രൈവസി അത്രത്തോളം അടിപൊളിയായിട്ട് കീപ്പ് ചെയ്തേക്കുന്ന ഒരു അൺബോക്സിംഗ് ഡ്യൂട്ടിനാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. എന്നിട്ട് എൻ്റെ ബേബിക്ക് മൂഡില്ലെന്ന്. ബേബിക്ക് മൂഡുണ്ടെങ്കിലും ഇല്ലെങ്കിലും നാട്ടുകാർക്ക് എന്താണ് ബ്രോ ചെയ്യാൻ പറ്റുക?
ചെയ്യേണ്ടത് നിങ്ങളല്ലേ. ഇപ്പം നാളെ ഒരു കുളിമുറിയിലുള്ള സീൻ പോലും എടുത്ത് പബ്ലിക് ആക്കാനെ കൊണ്ട് ആ ഒരു എക്സ്ട്രീം വരെ ഒരു പക്ഷേ ഇവർ പോയേക്കാം. പ്രോബ്ലം ഉണ്ടാകും. അപ്പോൾ ഞാൻ പറയാണ് ഇന്ന് എനിക്ക് വീഡിയോ വരാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ ഇല്ല പറ്റില്ല ഇന്ന് എന്തായാലും വന്നേ പറ്റൂ എന്ന് പറയുകയാണെങ്കിൽ ഓക്കെ, അവിടെ എൻ്റെ പ്രൈവസി കോംപ്രമൈസ്ഡ് ആവുന്നുണ്ട്. പക്ഷേ അങ്ങനെ ഒരു പ്രശ്നം എനിക്കിതൊരു ഫീൽ ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ എപ്പോഴെങ്കിലും ഇന്ന് എനിക്ക് വീഡിയോയിൽ വരാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ ഐശു ഒരിക്കലും എന്നെ ഫോഴ്സ് ചെയ്ത് എന്നെ വീഡിയോൻ്റെ ഭാഗമാക്കാൻ ട്രൈ ചെയ്യാറില്ല. കാരണം അവളത് എൻ്റെ ഒരു പ്രൈവസിക്കും അല്ലെങ്കിൽ എൻ്റെ ഒരു കൺസേണിനും അവിടെ ഒരു വാല്യൂ തരാറുണ്ട്. അങ്ങനെ മറ്റുള്ളവരുടെ പ്രൈവസിക്ക് ഭയങ്കര വാല്യൂ കൊടുക്കുന്ന മറ്റൊരാളെ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാം. മറ്റൊരു ഫാമിലി വ്ളോഗറാണ് റോഷൻസ് വ്ളോഗ്. അതിനകത്ത് അവർ കൊടുത്തേക്കുന്ന ടൈറ്റിൽ വായിക്കാം, നെക്സ്റ്റ് ഫോർച്യൂണർ വീട്ടുകാരെ ഒഴിവാക്കാൻ കാരണം. ഓക്കെ, വീട്ടുകാരെ ഒഴിവാക്കാൻ കാരണം, അതായത് വീട്ടുകാരുമായിട്ട് എന്തോ പ്രശ്നം ഉണ്ടോ എന്താണെന്ന് അറിയത്തില്ല, വീട്ടുകാരെ ഒഴിവാക്കാൻ, അവരെ പിന്നെ ഇതിനകത്തോട്ട് വലിച്ചിടുക. നിങ്ങൾക്ക് എന്തെങ്കിലും കണ്ടന്റ് ചെയ്യാണ്ടെങ്കിൽ നിങ്ങളുടെ കാര്യം ചെയ്താൽ പോരെ, വീട്ടുകാരെ വലിച്ചിട്ടേക്കാണ്. ഈ വിഷ്ണു പറഞ്ഞതുപോലെ ഇപ്പോൾ നമുക്ക് ഒരു കാര്യം പറഞ്ഞിട്ട് ദിസ് ഇസ് കോൾഡ് പ്രൈവസി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പ്രൈവസി ഓരോ ആൾക്കാർക്കും ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യമാണ്. എന്റെ പ്രൈവസി ആയിരിക്കണമെന്നില്ല വിഷ്ണുവിന്റെ പ്രൈവസി ആയിരിക്കണമെന്നില്ല, ഇപ്പൊ എന്റെ ബ്രദറിന്റെ പ്രൈവസി അതായിരിക്കണമെന്നില്ല അവരുടെ പ്രൈവസി. അതാണ് ഓരോ ആൾക്കാരുടെ പ്രൈവസി ഓരോ രീതിയിലായിരിക്കും. ഇവിടെ റോഷൻസ് വ്ളോഗിന്റെ പ്രൈവസി എങ്ങനെയാണെന്നുള്ളത് അറിയാനിക്കൊണ്ട് അവർ ഒരൊറ്റ വീഡിയോയുടെ ടൈറ്റിൽ നിങ്ങൾ നോക്കിയാൽ മതി. ഫസ്റ്റ് നൈറ്റ് ഫാമിലി കുളമാക്കി, അതായത് ഇവരുടെ ഫസ്റ്റ് നൈറ്റ് ഫാമിലി കുളമാക്കിയെന്ന്. ഫക്ക് ബ്രോ, ഇപ്പൊ യൂട്യൂബ് പോൺ വീഡിയോസിനെ പ്രൊമോട്ട് ചെയ്ത് തുടങ്ങിയ വെറുതെ VPN ഇട്ട് സമയം കളഞ്ഞ്. അല്ല, നിങ്ങളുടെ ഫസ്റ്റ് നൈറ്റ് ഫാമിലി കുളമാക്കിയെങ്കിൽ അത് നാട്ടുകാരെ അറിയിച്ചിട്ട് എന്താണ് കാര്യം? ഫസ്റ്റ് നൈറ്റ് ആണെങ്കിലും വിറ്റിട്ട് ഇവർക്ക് പൈസ ഉണ്ടാക്കണമല്ലോ അതിന് വേണ്ടിയിട്ട്. പക്ഷേ യൂട്യൂബിനെക്കാട്ടി കൂടുതൽ പൈസ മറ്റു പല സൈറ്റിൽ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. എന്റെ പ്രൈവസി വിഷ്ണുവിന് ചിലപ്പോൾ മനസ്സിലാവണമെന്നില്ല. ഇപ്പോൾ വ്ളോഗ്സിൽ തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ വിഷ്ണുവിൻ്റെ എൻ്റെ വെഡിങ് ആനിവേഴ്സറിക്ക് വിഷ്ണുവിന് ഒരു ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗിഫ്റ്റ് കൊടുത്തത് കുട്ടിയും ഞാനും വിഷ്ണുവിൻ്റെ അടുത്ത് പറയുന്ന ഒരു കാര്യമാണ് എന്നുള്ള രീതിയിലുള്ള ഒരു ഫോട്ടോ ഫ്രെയിമാണ്. ആ ഫോട്ടോ ഫ്രെയിം ഞാൻ എല്ലാവരും കാണിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അവിടെ വിഷ്ണുവിന് ആ ഒരു വേർഡിങ്സ് കാണിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞപ്പോൾ അവിടെ തൊട്ടിട്ട് നമ്മുടെ പ്രൈവസി സ്റ്റാർട്ട് ചെയ്യുകയാണ്. എന്താണ് അതിൽ എഴുതിയിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ പ്രൈവറ്റ് ആയിട്ട് വെക്കാൻ വേണ്ടി ആഗ്രഹിച്ചൊരു കാര്യമായിരുന്നു. ആ ഒരു റിലേഷൻഷിപ്പിൽ മൈന്യൂട്ട് ആയിട്ടുള്ള ആ ഒരു ബേർഡ്സിനെ പോലും അത്രയും പ്രേഷ്യസ് ആയിട്ട് അവർ കണ്ടതുകൊണ്ട് അതിനെയൊന്നും പബ്ലിക് ആക്കിയിട്ടില്ല അല്ലേ. ഇവിടെ എന്താണ് ബാക്കിയുള്ളവർ ചെയ്യുന്നത്? കിടപ്പറയിലെ വീഡിയോസ് പോലും പബ്ലിക് ആക്കുകയാണ് ഓരോ ആൾക്കാരും ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പം ഓരോ റിലേഷൻഷിപ്പിനും അവരുടേതായിട്ടുള്ള കുറേ വാല്യൂസ് ഉണ്ട്, മൈന്യൂട്ട് ആയിട്ടുള്ള പല കാര്യങ്ങളും അത്രയും പ്രേഷ്യസ് ആണ്. പക്ഷെ അതൊന്നും ഇവരാരും മനസ്സിലാക്കാതെ പോവാണ് സുഹൃത്തുക്കളെ. മൈൻഡ് സെറ്റ് മാറ്റിമറിച്ച ഒരു കാര്യം, ചില റിയലൈസേഷൻ ഉണ്ടാകുമ്പോൾ ചില കാര്യങ്ങൾ കാണുമ്പോൾ കേൾക്കുമ്പോൾ ഒക്കെ നമുക്ക് വ്യത്യാസം ഉണ്ടാവില്ല മൈൻഡിൽ. എനിക്ക് തോന്നിയിട്ടുള്ളത് മേ ബി നെഗറ്റീവ് കമന്റ്സിനെ പറ്റിയിട്ട് മേ ബി ഹാൻഡിൽ ചെയ്യുന്ന കാര്യമായിരിക്കാം. നെഗറ്റീവ് കമന്റ്സിനെ ഹാൻഡിൽ ചെയ്യുക എന്ന് പറയുന്നത് ബാക്കിയുള്ള ഏത് ക്രിയേറ്ററിനെ കാട്ടിലും കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടുന്ന ആൾക്കാരാണ് ഫാമിലി അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ ബ്ലോഗേഴ്സ്. ഫോർ എക്സാമ്പിൾ, ഞാൻ നിങ്ങളെ ഇവിടെ ഒരു വീഡിയോ കാണിച്ചു തരാം. അഡ്രസ് ഇല്ലാത്തൊരവസ്ഥ എന്ന് പറയുന്നത് നമ്മൾക്ക് ലൈഫിൽ ഭയങ്കര വിഷമമുണ്ടാക്കുന്ന സംഭവമാണ്. എൻ്റെ കുഞ്ഞ് ജനിച്ചപ്പം ബർത്ത് സർട്ടിഫിക്കറ്റിൽ അഡ്രസ്സ് എന്ത് എഴുതണം എന്ന് എനിക്ക് ഈ ലൈഫിൽ ഭയങ്കരമായിട്ട് ഞാൻ വിഷമിച്ചിരുന്ന അവസ്ഥ ഉണ്ടായിരുന്നു. അന്ന് ഇവരുടെ ഒരു ഇഷ്യൂ നടക്കുന്ന ടൈമിലാണെങ്കിൽ ഫാമിലിയെ പിന്നീട് വീഡിയോസിനകത്തൊന്നും കാണാത്തതുകൊണ്ട് കുറേ നെഗറ്റീവ് കമന്റ്സും എന്തുകൊണ്ടാണ് ഫാമിലിയെ ഉൾപ്പെടുത്താത്തത്, എന്താണ് പ്രശ്നം എന്നൊക്കെ ആൾക്കാർ ചോദിച്ചപ്പോഴത്തേക്കിന് അതിനെ നല്ല രീതിയിലല്ല ഇവർ ഹാൻഡിൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇവരുടെ ജസ്റ്റ് പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്ത് പോയി കഴിഞ്ഞാൽ വലിയ തരക്കടില്ലാതെ ആ ഒരു പ്രശ്നങ്ങൾ അങ്ങനെ അങ്ങ് പോയേനെ. പക്ഷേ ഞങ്ങളെ അഡ്രസ്സ് ഇല്ലാതാക്കി കളഞ്ഞു എന്ന് പറഞ്ഞേക്കുന്ന ഒരു ഒറ്റ സ്റ്റേറ്റ്മെൻറ്റാണ് ഇത്രയും വലിയ പുകിലുണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. സോ ഫാമിലി വ്ളോഗേഴ്സും ലൈഫ് സ്റ്റൈൽ വ്ളോഗേഴ്സും ഈ പറയുന്ന നെഗറ്റീവ് കമന്റിനെ ഹാൻഡിൽ ചെയ്ത് നല്ല രീതിയിൽ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇവരുടെ അവസ്ഥയായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്നത്. ഇനീഷ്യലി ഐശു ഈ പ്രാവശ്യം തുടങ്ങിയ സമയത്ത് കുറേ നെഗറ്റീവ് കമന്റ്സ് ഒക്കെ വരുമ്പോൾ ഞാൻ ഐശു മണിക്കൂറോളം അതിനെപ്പറ്റി ചർച്ച ചെയ്യാനാണ് ആൾക്കാർക്ക് അങ്ങനെ ചിന്തിക്കുന്നത്. അത് ഇങ്ങനെ നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടാണോ അങ്ങനെ ചെയ്തുകൊണ്ടാണോ? അപ്പം അതിനുവേണ്ടി ജീവിതത്തിലെ നല്ലൊരു സമയം നമ്മൾ ചിലവഴിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് മുന്നോട്ട് പോയപ്പോൾ നമുക്ക് മനസ്സിലായി എല്ലാവരുടെ ചിന്താഗതി ഇനി നമുക്ക് ഇവാലുവേറ്റ് ചെയ്ത് അതിനുള്ള റീസൺ കണ്ടെത്താനൊന്നും നമുക്ക് പറ്റില്ല. കാരണം പലരും പല മൂഡിൽ എഴുതുന്ന കമന്റുകളാണ്. അവരെ വേറെ എന്തെങ്കിലും മൂഡിലിരിക്കുമ്പോൾ എഴുതുന്നതായിരിക്കാം, അല്ലെങ്കിൽ അവരാരാന്ന് പോലും നമുക്കറിയില്ല. അപ്പം ഈ വരുന്ന നെഗറ്റീവ് കമന്റ്സിന് ലൈഫിൽ ഏറ്റവും കൂടുതൽ വാല്യൂ കൊടുക്കുന്ന ആവശ്യമൊന്നുമില്ല. അപ്പോൾ ലൈഫിൽ നെഗറ്റിവിറ്റി അറ്റ്ലീസ്റ്റ് നമ്മളെ പറ്റി ക്ലോസ് ആയി അറിയുന്ന ആൾക്കാർ പറഞ്ഞാൽ മാത്രം അതിന് എന്തെങ്കിലും ഇമ്പോർട്ടൻസ് കൊടുക്കുക. അല്ലാത്ത കാര്യങ്ങൾക്ക് നമുക്ക് അറിയാത്ത പല റീസൺസ് അതിൻ്റെ പിന്നിലുണ്ടാവും. അപ്പോൾ അതിനെപ്പറ്റി നമ്മൾ തലപോയിട്ട് നമ്മുടെ വലിയൊരു സമയം അതിനകത്ത് കളയുന്നത്. ഇത് നോർമലി അത്യാവശ്യം ക്വാളിറ്റിയോട് കൂടി തന്നെ വീഡിയോസ് ചെയ്തു പോകുന്ന ആൾക്കാർ കീപ്പ് ചെയ്യേണ്ടുന്ന ഒരു കാര്യമാണ്. അല്ലാത്ത ചിലരുണ്ട് വടി കൊടുത്തിട്ട് അടി വാങ്ങാൻ നിൽക്കുകയാണ്. ഞങ്ങളുടെ വീട്ടിൽ പ്രശ്നങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് അത് മാത്രം ടൈറ്റിൽ കൊടുത്തിട്ട് ഒരു സീരീസ് ഓഫ് വീഡിയോസ് ചെയ്യുന്ന എത്ര ആൾക്കാരെ നിങ്ങൾക്ക് ഇവിടെ യൂട്യൂബിൽ തന്നെ കാണാൻ പറ്റും. കമന്റ്സ് നമുക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഒരു ക്രിയേറ്റർക്ക്. കാരണം നമ്മുടെ വീഡിയോ കാണുന്ന ആൾക്കാരുടെ സജഷൻസ് ആണെങ്കിലും അവരുടെ താല്പര്യങ്ങളാണെങ്കിലും അവരുടെ അഭിപ്രായങ്ങളാണെങ്കിലും ഒക്കെ നമ്മൾ കമന്റ്സ് വഴിയാണ് അറിയുന്നത്. പക്ഷേ ഏതൊരു കമന്റ് ആണെങ്കിലും നമ്മൾ കൂടുതൽ ഡീപ്പായിട്ട് എടുക്കാൻ നിന്നാലുണ്ടല്ലോ നമുക്കത് ഇപ്പോൾ ഈവൻ അതൊരു ഭയങ്കര ഗുഡ് കമന്റ് ആണെന്നുണ്ടെങ്കിലും നമ്മളതിൽ വളരെ മതിമറന്ന് സന്തോഷിക്കാൻ നിന്നാലും ഒരു നെഗറ്റീവ് കമന്റ്സിന് വളരെയധികം വിഷമിക്കാൻ നിൽക്കുന്നതിലും കാര്യമില്ല. കാരണം നാളെ ഈ നല്ലത് പറഞ്ഞ ആൾക്കാർ മോശം പറഞ്ഞേക്കാം, മോശം പറഞ്ഞ ആൾക്കാർ നല്ലത് പറഞ്ഞേക്കാം. അപ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യത്തിനോട് നമുക്കൊരു ഒരു ജെനുവിനിറ്റിയും ഒരു വിശ്വാസം ഉണ്ടായാൽ മതി. ആസ് എ ക്രിയേറ്റർ ഞാനും കീപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണിത്. ഒരു റിയാക്ഷൻ ബ്ലോഗർ ആയതുകൊണ്ട് തന്നെ നെഗും പോസിറ്റീവ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയും തിരിഞ്ഞു വരും. പക്ഷേ നമുക്കൊരിക്കലും ഫുള്ള് പോസിറ്റീവും
ഫുള്ള് നെഗറ്റീവായി മാറാൻ പാടില്ല. ഇതിൻ്റെ രണ്ടിന് നിൽക്കണം, ഇടയ്ക്ക് നിൽക്കണം. കുറച്ച് പോസിറ്റീവ്, കുറച്ച് നെഗറ്റീവ്. ഇതാണെങ്കിൽ വലിയ തരക്കേടില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. പിന്നെ ബാക്കിയുള്ള എല്ലാ ലൈഫ് സ്റ്റൈൽ ഫാമിലി വ്ളോഗേഴ്സിൻ്റെ അടുത്ത് എനിക്ക് പറയാനുള്ളത്, ഇവരെ പോലെ തന്നെ നിങ്ങൾ ആവണമെന്ന് ഞാൻ പറയുന്നില്ല. അറ്റ്ലീസ്റ്റ് ഇവർ പറയുന്ന കാര്യങ്ങളെങ്കിലും ജസ്റ്റ് നിങ്ങൾ മൈൻഡിൽ വെച്ചേക്കുക. പിന്നെ ഇതൊക്കെ കേട്ട് നിങ്ങൾക്ക് എന്താ തോന്നിയുള്ളത് തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ പറയാം. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ ശരി, ബൈ.